ഒന്നിനും കൊള്ളാത്ത ഞാൻ രാമ, നീ പറഞ്ഞില്ലടാ ഞാൻ ഒറ്റീന്ന്. അതേടാ, ഞാൻ ഒറ്റുകാരനാ. ലാസ്റ്റ് സെക്കൻഡിലാ ഞാൻ അറിയണേ ശോഭന കാശ് തരുന്നത്. അയാളുടെ പേരിലാ സ്വത്ത് എഴുതിയിരിക്കണേന്ന്. പക്ഷെ നേരത്തത് വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല. അവിടെ നിന്ന് 4-5 ദിവസം കഴിഞ്ഞ ഇവിടെ അച്ഛൻ്റെ കല്യാണം. അതെങ്ങാനും മുടങ്ങിയ നീ പറഞ്ഞില്ലടാ നിന്റെ ഗതികേടുന്നത്. അവിടെ ഞാനെന്താ ഗതികെട്ടതായത്? എന്റെ അപ്പച്ചനെ കർത്താവ് ഒരുമിക്കരുടെ മുകളിലേക്ക് വിളിച്ച് ഒരങ്ങളോടങ്ങളില്ലാണ്ട് ഞാൻ ഭൂമിയിലൊക്കെ കഴിഞ്ഞപ്പോ പിറന്ന നാട് വിട്ടിട്ട് ചേക്കേറിയ തരത്തെ 3 നേരം കഞ്ഞി തന്നവനാ നീ. കിടക്കാനൊരകം തന്നവനാ നീ. നിനക്കൊരു ബുദ്ധിമുട്ട് വന്ന നേരത്ത് എന്നെ കൊണ്ടൊന്നിട്ട് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെയുണ്ടാ കൂടെ നടക്കണമെന്ന് ഒറ്റാൻ തീരുമാനിച്ചത്. കാരണം നീ ആത്മഹത്യ ചെയ്തെന്ന വാർത്ത കേൾക്കാൻ എന്നെ കൊണ്ടാവില്ലടാ. സോമനല്ല, നീ എന്നെ കൊല്ലണ്ട. ഈ എന്നെ കൊണ്ടുണ്ടെങ്കിലേ നിന്റെ മോളെ ചെന്ന് കൊല്ലണം. അവിടെ കൊണ്ടാക്കുള്ള ചെയ്ത നിന്റെ മോളെ ചെന്ന് നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിടാൻ ബെന്നി. കുറെ ദിവസങ്ങൾക്ക് മുന്നേ എൻ്റെ മോൾ എന്നെ വിളിച്ചിരുന്നു. രാഹുല് പുതിയ കാർ എടുക്കുന്നെന്നും അതിനവിടെ വീട്ടുകാർ ഷെയർ കൊടുക്കണമെന്നും അവൻ പറഞ്ഞെന്ന്. അച്ഛൻ്റെ അവസ്ഥ എനിക്കറിയാം എന്നും അവൾ പറഞ്ഞു. പക്ഷേ എനിക്കുള്ളതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടും എന്റെ മോക്കൊരു നല്ല ജീവിതം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോടാ പെണ്ണേ. രണ്ട് കാലിൽ നിൽക്കാൻ പറ്റാത്തവന്റെ 2 കൈയും വെട്ടി മാറ്റിക്കളഞ്ഞല്ലോ എന്റെ അച്ഛാ.